ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. 2024 സയൻറ്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കുള്ള പോസ്റ്റ് വിളിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ധാരാളം ടീച്ചിങ് എക്സാം പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അല്ലേ? പ്രത്യേകിച്ച് ബയോളജിയിൽ HSA, HSST തുടങ്ങിയിട്ടുള്ള ധാരാളം കോഴ്സുകൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു. അപ്പോൾ ഈ വർഷം തുടക്കത്തിൽ തന്നെ നമുക്കൊരു പുതിയ ചാൻസ് കിട്ടിയിരിക്കുകയാണ്. സയൻറ്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് ലബോറട്ടറി, ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ സയൻറ്റിഫിക് ഓഫീസർ ആവാനുള്ള അവസരം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എന്തൊക്കെയാണ് ഈ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻസ്, എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഈ എക്സാം എഴുതാൻ സാധിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 31 അവസാന തീയതി. അപ്പം കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നോക്കിക്കേ, 30/12/2023 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ മാസം അതായത് ജനുവരി 31 ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ അതിനു മുമ്പ് എക്സാം എഴുതാൻ സാധിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപ്ലൈ ചെയ്യുക. ബോട്ടണി ആൻഡ് സുവോളജി, നമ്മൾ ബയോളജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ബോട്ടണിയിലോ അല്ലെങ്കിൽ സുവോളജിയിലോ ഈ രണ്ട് കോഴ്സുകളിൽ MSc ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. അതുപോലെ തന്നെ ധാരാളം കോഴ്സുകൾക്ക് ബോട്ടണി ആയിട്ടും സുവോളജി ആയിട്ടും ഇക്വലൻസി ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഇക്വലൻസി ഉള്ളതെന്ന് നമുക്ക് വരുന്ന സ്ലൈഡുകളിലായിട്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ആദ്യം പറഞ്ഞതുപോലെ കേരള പോലീസ് സർവീസിൻ്റെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കുള്ള സയൻറ്റിഫിക് ഓഫീസറിൻ്റെ വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അപ്പം പോസ്റ്റിൻ്റെ പേര് നമുക്കറിയാം, സയൻറ്റിഫിക് ഓഫീസറാണ്. ആകർഷകമായിട്ടുള്ള ഒരു സാലറി സ്കെയിലാണുള്ളത്. അതുപോലെ തന്നെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസികളുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇൻ്റർവ്യൂ ഇല്ല. ബാക്കിയുള്ള ടീച്ചിങ് എക്സാമുകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇതൊരു ടീച്ചിങ് എക്സാം അല്ല, ബിഎഡ് വേണ്ട, എന്നാൽ പോലും ബാക്കിയുള്ള എക്സാമുകളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും അല്ലേ? ഇവിടെ നോക്കിയാൽ ഇൻ്റർവ്യൂ ഇല്ലാത്ത ഒരു പോസ്റ്റാണ്, ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ്. ഏജ് ലിമിറ്റ് 20 മുതൽ 36 വരെയാണ് ഏജ് ലിമിറ്റ്. 20 മുതൽ 36 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കെല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന എക്സാമാണ്. റിസർവേഷനുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ റിലാക്സേഷൻ കിട്ടും. ദെൻ ക്വാളിഫിക്കേഷൻസ് പ്രധാനമായിട്ടും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് MSc ഇൻ ബോട്ടണി ഓർ സുവോളജി ആണ്. ബോട്ടണിയിലോ സുവോളജിയിലോ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് MPhil ആണ്. MPhil മാത്രമല്ല, 2 വർഷം റിസർച്ച് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് വയ്ക്കാവുന്നതാണ്. ഈ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതായത് 2 വർഷത്തെ റിസർച്ച് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതാണ് എസെൻഷ്യൽ ആൻഡ് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അടുത്തത് വരുന്നത് ഇക്വലൻസി ആണ്. ബോട്ടണിയും സുവോളജിയുമായിട്ട് ധാരാളം കോഴ്സുകൾ ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഈ വരുന്ന കോഴ്സുകൾ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉദാഹരണം, MSc ബോട്ടണി നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, MSc ബോട്ടണി ചെയ്ത ഉദ്യോഗാർത്ഥിയുമായിട്ട് ഇക്വലൻ്റ് ആണ് MSc ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ്. MSc ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങും ബോട്ടണിയും ഇക്വലൻ്റ് ആണ്. സോ MSc ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് ചെയ്ത എല്ലാവർക്കും തന്നെ ബോട്ടണിയിൽ വെച്ചിട്ട് ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ മറൈൻ ബയോളജി, അതുപോലെ പ്ലാന്റ് സയൻസ്, പ്ലാന്റ് ബയോളജി ആൻഡ് പ്ലാന്റ് ബയോടെക്നോളജി, അതുപോലെ animal science, then animal plant science, then applied plant science, then aquatic biology and fisheries, then BSMS Bachelor of Science, Master of Science അല്ലെങ്കിൽ ബയോളജിക്കൽ സയൻസ്. ഇത്രയും കോഴ്സുകൾ MSc ബോട്ടണി ആയിട്ട് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഈ കോഴ്സുകൾ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാം, MSc ബോട്ടണിയുടെ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം രണ്ടും ഇക്വലൻ്റ് ആണ്. ദെൻ MSc സുവോളജിയിലേക്ക് വരുന്ന സമയത്ത് ജനറൽ അപ്ലൈഡ് സുവോളജി, MSc ഇൻ ജനറൽ ആൻഡ് അപ്ലൈഡ് സുവോളജി കോഴ്സ് ചെയ്തിട്ടുള്ള ആളുകൾക്കും MSc സുവോളജിയുടെ ഹയർ ഓപ്ഷൻ വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അപ്ലൈഡ് സുവോളജി, MSc അപ്ലൈഡ് സുവോളജി ഉള്ള ആളുകൾക്കും സുവോളജി ഇക്വലൻ്റ് ഓർ ഹയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഏജ്
20 to 36 ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് സുവോളജി ബോട്ടണിയിൽ MSc ആണ്. അതിനോടുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ വരുന്നത് MPhil അല്ലെങ്കിൽ 2 വർഷത്തെ റിസർച്ച് ആണ്. അപ്പം ഇതൊക്കെയുള്ള ആളുകൾക്ക് അത് അവൈൽ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ എൻട്രി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്കറിയാം ബയോളജിയുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പ് നടന്ന എക്സാം 2021 2020 നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 2021 എക്സാം നടന്നു. അപ്പോൾ ആ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അന്ന് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകത ബോട്ടണിയും സുവോളജിയും. നമുക്കറിയാം ബോട്ടണി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു MScക്ക് പഠിക്കാനുള്ള അത്രയും തന്നെ പഠിക്കാനുണ്ട്. സുവോളജിക്കും അതുമാതിരി തന്നെയുണ്ട്. അപ്പോൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. കാരണം ബയോളജി എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് രണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്, ബോട്ടണി ആൻഡ് സുവോളജി. രണ്ടിനും ഇക്വലൻ്റ് അല്ലെങ്കിൽ രണ്ടിനും നമ്മൾ ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അത്രയും വാസ്റ്റാണ്. ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുന്ന ഏരിയ ആണ് ബോട്ടണിയും സുവോളജിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യുക അതും ഈ ഒരു സമയത്തിനുള്ളിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി 2 സബ്ജക്റ്റും പഠിച്ചിട്ടില്ല അല്ലേ. സുവോളജി MSc ചെയ്ത ആളുകൾ ബോട്ടണി പഠിക്കുന്നില്ല, ബോട്ടണി പഠിച്ച ആളുകൾ സുവോളജി പഠിക്കുന്നില്ല. സോ അപ്പോൾ അതുകൊണ്ടൊരു കോഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സും അതുപോലെ തന്നെ വീക്കെൻഡ് ലൈവ് സെഷൻസുമാണ്. നമ്മൾ ഒരാഴ്ച റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ ഈ ടോപ്പിക്ക് കവർ ചെയ്യും. അതിനുശേഷം വീക്കെൻഡിൽ നമ്മൾ ലൈവ് ക്ലാസ് വെച്ചിട്ട് ഈ ആഴ്ച ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ റിവിഷനായിട്ടും അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ആയിട്ട് നമ്മൾ വീക്കെൻഡ് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ കോഴ്സിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. 120 ദിവസമാണ് നമ്മുടെ കോഴ്സിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. 120 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ വി വിൽ ഹാവ് റിവിഷൻ സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റഡി നോട്ട്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സിലബസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കത് കവർ ചെയ്യണം. അപ്പോൾ അതിന് നോട്ട്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നോട്ട്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലേ. അപ്പം ഇത് നമുക്ക് വിട്ടുതരിക. നമ്മൾ നോട്ട് അക്വയർ ചെയ്യും, നമ്മൾ ക്ലാസ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ടൈം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറേ കൂടെ ടൈം ലഭിക്കുവാണ്. അതുപോലെ തന്നെ മോക്ക് എക്സാംസ്, ദെൻ ലൈവ് ആയിട്ടുള്ള എക്സാംസ്, PYQ വളരെ പ്രധാനമാണ്. നമുക്കിതിന് മുമ്പ് നടന്ന എക്സാമുകളുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കുക വഴി നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് PYQ എക്സാംസ്, ദെൻ റിവിഷൻസ്. നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ധാരാളം റിവിഷൻസ് നമ്മൾ ചെയ്താൽ മാത്രമേ. കാരണം ബോട്ടണിയും സുവോളജിയും 2 സബ്ജക്റ്റാണ്, 2 മാസ്റ്റേഴ്സിൻ്റെ അത്രയും തന്നെയുള്ള സിലബസാണ്. അപ്പോൾ 2 സബ്ജക്റ്റുകളാണ് നമുക്ക് ഇൻഡെപ്തിൽ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ റിവിഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകളുണ്ട്. മോളിക്കുലാർ ബയോളജി, സെൽ ബയോളജി, അതുപോലെ തന്നെ ബോട്ടണിയിലെ ഹാർഡ് കോർ ബോട്ടണിയാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ബോട്ടണിയുടെ പോർഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദെൻ അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക്, നിങ്ങൾക്ക് ഈ പഠിക്കുന്ന പല സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് പല ഡൗട്ടുകളും വരാം. അപ്പോൾ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് സപ്പോർട്ട്, ഇതൊക്കെയാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പം എല്ലാവരും തന്നെ ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറൻസിക് ലബോറട്ടറിയിലേക്കുള്ള സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, സമയം കളയാതെ. കാരണം ധാരാളം പഠിക്കാനുള്ള ഒരു പോസ്റ്റാണിത്. സമയം കളയാതെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, താങ്ക് യു.